ഹായ് ഫ്രണ്ട്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു മസാല ചപ്പാത്തിയാണ്. സവാളയും പച്ചമുളകും, അതായത് 2 പച്ചമുളകും മീഡിയം സവാളയുടെ പകുതി സവാളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടിയായിട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്, ഇനി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടിയെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതായത് 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ പച്ചമുളകും സവാളയും കൂടെ കൊത്തി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചപ്പാത്തിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമ്മളിത് നല്ലതായിട്ട് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള മസാല ചപ്പാത്തി കിട്ടും. അപ്പോൾ നമ്മളിത് അടച്ച് വയ്ക്കാം. 15 മിനിറ്റ് ഇത് നന്നായിട്ട് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. മസാല ചപ്പാത്തിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് റെഡിയാക്കാം. മാവ് നമുക്ക് പരത്തിയെടുക്കാം. കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാം, അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നമുക്ക് സവാള എത്ര വേണമെങ്കിലും ഇടാം, നമുക്ക് ആവശ്യത്തിന് ഇടാം. ഞാനിപ്പോൾ പകുതി ഇട്ടിട്ടുള്ളൂ, ആവശ്യമുള്ളത് ഇട്ടോളാം. ബാക്കി ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം. ഇന്നത്തെ മസാല ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ചപ്പാത്തി കല്ല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ പൊരിക്കാൻ മതി. ഇവിടെ നമ്മൾ ഇങ്ങനെ നെയ്യ് തേച്ചാണ് എടുക്കുന്നത്, അപ്പോൾ അങ്ങനെ ഇട്ടാണ്. ആവശ്യമുള്ളവർക്ക് എണ്ണ ഉപയോഗിച്ചാൽ മതി. മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ ആണ് ഇടുന്നത്. മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതിൽ പാകം. ഇന്നത്തെ മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. ഇതൊരു വെറൈറ്റി ചപ്പാത്തിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലെല്ലാം ഈ ചപ്പാത്തി റെഡിയാക്കാറുണ്ട്.